അടുത്ത ശ്രീ സി കെ ഹരീന്ദ്രൻ, അങ്ങേക്ക് 10 മിനിറ്റ്. സാർ, ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുന്നു. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പ്രതിപക്ഷം നടത്തിയ ചർച്ച ഞാൻ പരമാവധി ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു. ഇപ്പോഴാണ് പണ്ടെങ്ങാണ്ടോ വായിച്ചു വച്ച ഏതാനും പുസ്തകങ്ങളുടെ ഓർമ്മ എനിക്ക് വന്നത്. സാധാരണ യവന ഇതിഹാസ കഥകളിൽ പ്രൊമത്യൂസിൻ്റെ അദ്ദേഹം ഒരു മുഖ്യ കഥാപാത്രമാണ്. പ്രൊമത്യൂസ് അദ്ദേഹം അസുര വംശത്തിൽ പിറന്ന ആളാണെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം യുദ്ധത്തിൽ പങ്കെടുക്കുകയും ദൈവത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. അമരത്തേക്ക് ഉയർത്തിയ പ്രൊമത്യൂസിനെ നേരിടേണ്ടി വന്ന ജീവിത പീഡനങ്ങൾ, പിൽക്കാലത്ത് കശാപ്പ് ചെയ്ത കാളയുടെ മാംസം ഒരു പെട്ടിയിലും എല്ലിൻ കഷ്ണങ്ങൾ മറ്റൊരു പെട്ടിയിലും വെച്ച് ദൈവത്തോട് എടുക്കാൻ പറഞ്ഞു. എടുത്തത് അസ്ഥികൂടങ്ങൾ നിറച്ച പെട്ടിയായി. പച്ചമാംസം കഴിച്ച് മനുഷ്യൻ ജീവിച്ചാൽ മതിയെന്ന് ദൈവം കൽപ്പിക്കുകയാണ്. എല്ലിൻ കഷ്ണങ്ങൾ എടുത്തുപോയതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് പിൽക്കാലത്ത് പ്രൊമത്യൂസായിരുന്നു. പച്ചമാംസം വേവിച്ച് കഴിക്കാൻ മനുഷ്യനെ അഗ്നിയെ പരിചയപ്പെടുത്തി കൊടുത്ത പ്രൊമത്യൂസായിരുന്നു. അത് മനസ്സിലാക്കിയ ദൈവം അദ്ദേഹത്തിനെ ശപിച്ചു. കാക്കസസ് മലകളിൽ തടവറയിൽ പാർപ്പിച്ചു. പകൽ വന്ന കഴുകൻ കൊത്തി അരിയുമായിരുന്നു കരളുകൾ. രാത്രി പുനർജനിക്കുമായിരുന്നു. 30 വർഷം നീണ്ടതിന് ശേഷം ഹെർക്കുലീസ് വന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചതായിട്ടുള്ള ഇതിഹാസ കഥയാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് യവന സാഹിത്യത്തിൽ. ഇവിടെ നരവർഗത്തിന് വേണ്ടി അഥവാ നരവംശത്തിന് വേണ്ടി കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷം അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്ര കണ്ട് യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ വിമർശനം കേൾക്കുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത അവഗണന, സാമ്പത്തിക ഉപരോധം, ചരക്കു സേവന നികുതി പോലുള്ള വരുമാന കേന്ദ്രീകരണ നീക്കങ്ങളുമാണ് സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന ഘടകമായി മാറിയത്. അതോടൊപ്പം നാം നേരിട്ട മഹാമാരി, അസാധാരണ ദുരന്തങ്ങൾ ഇവ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയായിരുന്നു. എന്നാൽ തനതു നികുതി വരുമാനം വർദ്ധിപ്പിച്ചും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും ചെലവുകൾ മുൻഗണന നിശ്ചയിച്ചതുമാണ് കേരളം പിടിച്ചു നിൽക്കുന്നതെന്ന് ധനമന്ത്രി ആമുഖ പ്രസംഗം നടത്തിക്കൊണ്ട് വ്യക്തമാക്കി. 2021 നികുതി വരുമാനം 47,660 കോടി രൂപ, അത് 81,000 കോടി രൂപയാകുമെന്ന് വെളിപ്പെടുത്തി. 4 വർഷം കൊണ്ട് 70% വർധനവ്, മെച്ചപ്പെട്ട ധന മാനേജ്മെൻറ്റാണെന്ന് വ്യക്തമാക്കി. കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട വിഭവ കൈമാറ്റത്തിൽ 50,000 കോടിയിൽ പരം വരുന്ന തുകയാണ് നമുക്ക് കുറച്ചത്. എന്നിട്ടും നമ്മൾ പിടിച്ചു നിന്നു. അടിസ്ഥാന വികസന രംഗത്ത് പണം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ ധനകാര്യ വകുപ്പ് ലക്ഷ്യബോധത്തോടെയാണ് എന്നും നമ്മൾ അറിയുന്നവരാണ്. കൊച്ചി മെട്രോയ്ക്ക് പുറമെ തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന സാമ്പത്തിക ചെലവ് നിർവഹിക്കും. ഈ വരുന്ന വർഷം അതിന് തുടക്കം കുറിക്കും വ്യക്തമാക്കി. വികസനത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും പുതിയ ഭാവനയും പുതിയ സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകുന്നതാണ് ഭവന പദ്ധതികൾ. അച്യുതമേനോൻ ഗവൺമെൻറ് കാലത്ത് ആവിഷ്കരിച്ച MN ലക്ഷം വീട് പദ്ധതി, ഇപ്പോഴുള്ള ലൈഫ് മിഷൻ, പുനർഗേഹം, സഹകരണ ഭവന പദ്ധതി ഇതുവഴി ഭവനരഹിതരില്ലാത്ത കേരളം എന്നത് സാധ്യമാക്കുകയാണ്. ഗ്രാമീണ മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വരുന്ന സാമ്പത്തിക വർഷം 11 കോടിയോളം തൊഴിൽ ദിനങ്ങൾ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. 100 തൊഴിൽ ദിനം, നിയമത്തിൽ പറയുന്നത് പോലെ 100 തൊഴിൽ ദിനം കൊടുക്കും എന്ന് വ്യക്തമാക്കി. അയ്യങ്കാളി നഗരപദ്ധതി പ്രകാരം നഗരമേഖലയിൽ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി 180 കോടി രൂപ മാറ്റിവെച്ചു. ആരോഗ്യമേഖല സാധാരണക്കാർക്ക് കൈത്താങ്ങാകുകയാണ്. കാരുണ്യ ആരോഗ്യ പദ്ധതിക്കായി 700 കോടി മാറ്റിവെച്ചു. റോഡുകൾ, പാലങ്ങൾ അവയ്ക്ക് വേണ്ടി തുക മാറ്റിവെച്ചു. വയോജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ തുടങ്ങി സേവനവും സുരക്ഷയും ക്ഷേമവും നൽകുന്നതിനാവശ്യമായ പ്രത്യേക പരിഗണനകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യയെപ്പോലെ തന്നെ കേരളവും ഒരു കാർഷിക സമ്പദ്ഘടനയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ്. കേര പദ്ധതി, നെൽകൃഷി വികസനം, ജലസംരക്ഷണ പ്രവർത്തനം, മൃഗസംരക്ഷണ മേഖല, ക്ഷീരവികസനം ഇതുവഴി ഉൽപ്പാദനക്ഷമത കൈവരിക്കാൻ കാർഷിക രംഗത്ത് ശക്തമായ നീക്കങ്ങൾ നടത്തുമെന്ന് ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്.
വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള വിപണി ഇടപെടലിന് വേണ്ടി 2063 കോടി രൂപയാണ് മാറ്റിവെച്ചതായി കാണുന്നത്. നാം നേരിടുന്ന സമകാലിക പ്രശ്നമായ വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് വിരാമമിടാൻ പ്രത്യേക പാക്കേജ് കൊണ്ടുവരുന്നുണ്ട്. പുതിയ പഠനം ആ രംഗത്ത് ആവശ്യമുണ്ട് സാർ. മനുഷ്യരുടെ ശേഷിയുടെ ഗുണമേന്മ ഉറപ്പാക്കാത്ത ലോകരാജ്യങ്ങൾക്കൊന്നും സാമ്പത്തിക വികസനം സാധ്യമാവില്ല. ഈ യാഥാർത്ഥ്യം ശരിയായ വിധത്തിൽ തിരിച്ചറിയാതെയാണ് നമ്മുടെ ഇന്ത്യ ഒരു ലോക സാമ്പത്തിക ശക്തിയായി അതിവേഗം രൂപാന്തരപ്പെടുകയാണെന്ന് വീമ്പിളക്കുന്നത്. ദേശീയ തലത്തിൽ മതിയായ വിദ്യാഭ്യാസ നിലവാരമോ ആരോഗ്യ സംരക്ഷണമോ ഇല്ലാത്തൊരു അധ്വാന ശക്തിയായിട്ടും ആഗോള സാമ്പത്തിക ശക്തി എന്ന പദവിക്കായി പരിശ്രമം നടത്തിവരുന്ന ഏക ലോകരാജ്യം ഇന്ത്യ ആണെന്ന് ധനശാസ്ത്ര നേതാവ് അമർത്യ സെൻ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ കേരളം ആ വഴിക്കെല്ലാം ചിന്തിക്കുന്നതെന്ന് കഴിഞ്ഞ 9 വർഷമായി നാം വ്യക്തമാക്കുകയാണ്. അത് സമീപനം കൊണ്ട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, നൈപുണ്യ വിദ്യാഭ്യാസം, അതുവഴി കായികക്ഷമതയും ഉറപ്പാക്കുന്ന നടപടികൾ നടത്തി വരികയാണ്. ഇവിടെ വ്യവസായം വരില്ല എന്ന് പ്രചരിപ്പിച്ചിരുന്നു. അതിന് അന്ത്യം കുറിച്ചു എന്ന് പറഞ്ഞു. ആ പ്രചരണത്തിൻ്റെ അന്ത്യമാണ് കുറിച്ചത്. സംരംഭക ക്യാമ്പയിനിലൂടെ 3 ലക്ഷത്തിലധികം ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ നിലവിൽ വന്നു. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ അഭിമാനത്തോടു കൂടി പറയുകയാണ് സാർ. 2807 സംരംഭങ്ങൾ പാറശാല മണ്ഡലത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. ഇതിനിടയിൽ 4584 പേർക്ക് അതുവഴി തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു. IT പ്രൊഫഷണലുകളുടെ എണ്ണം കൂടി. പൊതുവിൽ കേരളത്തിൽ 1 ലക്ഷം കോടിയുടെ നിക്ഷേപം വന്നു. അതുവഴി ഇത് വളർച്ചയുടെ ലക്ഷണങ്ങളാണ് സാർ. കേരളത്തിലെ അടിസ്ഥാന വികസന രംഗത്ത് കിബി നിക്ഷേപിക്കുന്ന പണം വഴി ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മണ്ഡലത്തിൽ മലയോര ഹൈവേ പൂർത്തിയാവുകയാണ്, 32 കിലോമീറ്റർ. അതിനോടനുബന്ധിച്ചുള്ള റോഡുകളും പൂർത്തിയാവുകയാണ് സാർ. കേരളം തമിഴ്നാട് അതിർത്തിയിലെ പാറശാല ആശുപത്രി 50 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കിബി ഫണ്ട് ഉപയോഗിച്ച നിർമ്മാണം പൂർത്തിയാവുകയാണ് സാർ. സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ITI അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു സാർ. ധനുവച്ചപുരം ITI സെൻറ്റർ ഓഫ് എക്സലൻസിയിൽ ഉയർത്തി. ഗോഡ് ഫാം നവീകരിച്ചു. അതിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. ഈ ബഡ്ജറ്റിൽ 10 കോടി രൂപയാണ് സാർ ഡയറി ഫാമിന് വേണ്ടി ആ മണ്ഡലത്തിൽ അനുവദിച്ചു ലഭിച്ചത്. ഡിജിറ്റൽ സർവേ വഴി എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂരേഖ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് സാർ. എല്ലാവർക്കും പട്ടയം നൽകി ഭൂമിയുടെ ഉടമകളാക്കുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടത്. സഹകരണ മേഖലയിൽ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനാവുമോ എന്ന് ആലോചിക്കേണ്ടതാണ് സാർ. ഈ അടുത്ത കാലത്ത് ജോർദാനിൽ നമ്മുടെ സഹകരണ മന്ത്രി അന്താരാഷ്ട്ര തലത്തിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രവർത്തനത്തിന് വലിയ അംഗീകാരം ലഭിച്ചതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ സഹകരണ മേഖലയുടെ ആകെ നിക്ഷേപത്തിൽ 50% നിക്ഷേപമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. കേരള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഗവേഷണവും ശാസ്ത്രീയമായ പഠനവും ഇടപെടലും ആവശ്യമാണ് സാർ. കേന്ദ്രമന്ത്രി ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിൽ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ഗുജറാത്തിൽ ആരംഭിക്കാനുള്ള നടപടി പൂർത്തിയാക്കി വരികയാണ്. സഹകാരി യൂണിവേഴ്സിറ്റിക്ക് വലിയ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിനായുള്ള നീക്കം ആരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. തിരുവനന്തപുരം ജില്ലയുടെ വികസനത്തിനായി കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന വികസന പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു സാർ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി. എന്നാൽ 2 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന കരമന കളിയിക്കവള റോഡിൻ്റെ നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കാൻ കനിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. ആ മേഖലയിൽ വലിയ മാറ്റം വരാനിടയുണ്ട്. ബാലരാമപുരം മുതൽ കളിയിക്കവള വരെയുള്ള റോഡ് കൂടെ നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിഞ്ഞാൽ ആ നാട്ടിലുണ്ടാക്കാവുന്ന മാറ്റം ചെറുതല്ല സാർ. മറുപടി പ്രസംഗത്തിലെങ്കിലും അതിനുള്ള പരിഗണന ലഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ 73 പൂർണ്ണ ബജറ്റുകളും 14 ഇടക്കാല ബജറ്റുകളും 4 മിനി ബജറ്റുകളും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 7 പൂർണ്ണ ബജറ്റുകളും 1 ഇടക്കാല ബഡ്ജറ്റും അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമൻ ഒന്നാമതെത്തി അഭിമാനിക്കാം. പക്ഷേ ഈ ബജറ്റിലൂടെ ഭൂരിപക്ഷം ജനതയ്ക്ക് എന്ത് നേട്ടമുണ്ടായി? ഏതു ബജറ്റിലൂടെയും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ജനങ്ങൾക്കുണ്ടാവും. പൊതുസമൂഹത്തിന് എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥിതിയും ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ സ്ഥിതിയും പരിശോധിച്ചാൽ ഇന്ത്യ എത്രമാത്രം ദയനീയമായ അവസ്ഥയിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. 2025-26 സാമ്പത്തിക വർഷത്തെ രാജ്യത്തിൻ്റെ മൊത്തം വരവ് 34.95 ലക്ഷം കോടി, ചെലവ് 50.65 ലക്ഷം കോടി.
ഈ ഒരു വർഷം മാത്രം 15.69 ലക്ഷം കോടി കടം വാങ്ങണം കേന്ദ്ര ഗവൺമെൻറ് സാർ. ലോകത്തെ 193 രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ കടം കുതിച്ചുയരുന്ന രാജ്യം ഇന്ത്യയാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സാർ. രാജ്യത്തെ മൊത്തം വരവിൻ്റെ 37% തുക പലിശ അടവിനായി മാത്രം മാറ്റിവെക്കുന്ന സ്ഥിതിയിൽ എത്തിയിരിക്കും നമ്മുടെ രാജ്യം. ആ രാജ്യമാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ കടമെടുക്കുന്നത് എന്തിന്? ഇതാണ് അവസ്ഥ സാർ. ഞാൻ നീട്ടുന്നില്ല, സമയം തീർന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ വർത്തമാനം ഉപസംഹരിക്കുകയാണ് സാർ.